ഹായ്, നമസ്കാരം. എന്തുണ്ട് വിശേഷം? സുഖാന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ തവണ ചെയ്ത വീഡിയോ മൈൻഡ് പവറിനെ പറ്റിയായിരുന്നു. അപ്പോൾ അതിലൊരു സംശയം ഉണ്ടായിരിക്കാം, നമ്മൾ മനസ്സിൽ ഒരു കാര്യം വിചാരിച്ചാൽ മാത്രം അത് എക്സിക്യൂട്ട് ആവുമോ എന്നുള്ളത്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഒരു സംശയാസ്പദമായ ഒരു വിഷയമാണത്. അതായത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ ഏറ്റവും അധികം ആളുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണത്. നമ്മൾ മനസ്സിൽ ചിന്തിച്ചതുകൊണ്ട് മാത്രം ഒരു കാര്യം നടക്കുമോ എന്നുള്ളത് ഒരിക്കലുമില്ല. നമ്മൾ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ച് അത് എയിം ചെയ്ത് നമ്മളതിനെ ആക്ട് ചെയ്യണം. അതിന് വേണ്ടിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ സപ്പോസ് എനിക്കൊരു കമ്പനിയിൽ ജോലി കിട്ടണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് ജോലി കിട്ടണമെന്ന് മനസ്സുകൊണ്ട് ഞാൻ പറഞ്ഞതുകൊണ്ട് എനിക്ക് ആ ജോലി കിട്ടണമെന്നില്ല. പക്ഷേ അതിനുവേണ്ടി ആ കമ്പനിയിലേക്ക് CV അയക്കണം, അല്ലെങ്കിൽ അതിനുവേണ്ടി ആ കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകളുമായി HR ബന്ധപ്പെടണം, അവിടേക്ക് പോകണം, അവിടെ CV കൊടുക്കണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടോ എൻ്റെ ഭാഗത്തു നിന്ന് അത് നമ്മൾ ചെയ്യണം. എങ്കിൽ മാത്രമേ അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരികയുള്ളൂ. അല്ലാതെ മനസ്സുകൊണ്ട് എനിക്ക് അവിടെ ജോലി കിട്ടുമെന്ന് കരുതിയത് കൊണ്ട് നമുക്ക് ആ ജോലി എന്ത് ചെയ്യില്ല, കിട്ടണമെന്നില്ല. സോ ഈ ഏറ്റവും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും മനസ്സിൽ ചിന്തിച്ചതുകൊണ്ട് മാത്രം ഒരു കാര്യം നടക്കണമെന്നില്ല. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ആക്റ്റും കൂടി ചെയ്യണം. സോ മനസ്സിൻ്റെ പവർ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഒരു കാര്യം ബിലീവ് ചെയ്യുക എന്നുള്ളതാണ്. ബിലീഫ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അത് എനിക്ക് കിട്ടും എന്നുള്ള 101% നമ്മൾ ആദ്യം അത് മനസ്സിൽ ഉറപ്പിച്ച് അതിനുവേണ്ടി ഒരു പ്രവൃത്തി നടത്തി കഴിഞ്ഞാൽ യൂണിവേഴ്സ് മൊത്തം നമുക്ക് അനുകൂലമായി മാറും, ഇന്നല്ലെങ്കിൽ നാളെ. ഇതാണ് ആ ഒരു ലോയുടെ അന്തസത്ത. സോ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ നമ്മൾ മനസ്സിൽ വിചാരിച്ച് അതിനുവേണ്ടി ഫോക്കസ് ചെയ്ത് അതിനുവേണ്ടി ആക്റ്റും കൂടിയും ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. സോ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സിൽ ഉള്ള ഒരു വിഷയമാണ്. അത് ഓരോരുത്തരുടെ ജീവിതത്തിലും നിങ്ങൾ നിങ്ങളുടേതായ ഗോളും അച്ചീവ്മെൻറ്റും വെച്ച് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് അത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തവണ ഞാനത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളൊരു വ്യക്തി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും വ്യക്തമായി ഞാനത് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് എന്തായി മാറണം, നമുക്ക് എവിടെ എത്തണം, നമ്മുടെ ഗോൾ എന്താണ് എന്നുള്ളത് ആദ്യം തീരുമാനിച്ച് നമ്മളത് മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് അതിനുവേണ്ടി പ്രവർത്തിച്ച് കഴിയണം. സോ വി വിൽ റീച്ച് ദർ. സോ ഹാപ്പി മൈൻഡ് സെറ്റ്, എൻജോയ് ദ ഡേ, ബൈ, ടേക്ക് കെയർ.